സങ്കടത്തിൻ്റെ ഞായറായിരുന്നു ഒമാനിലെ പ്രവാസികൾക്കിന്ന്. അവധിയുടെ ആലസ്യത്തിൽ നിന്ന് പെരുന്നാൾ അവധിക്ക് സുഹൃത്തുക്കളുടെ കുടുംബങ്ങൾ ഒത്തുകൂടിയ സന്തോഷ സന്ദർഭത്തിലേക്ക് അപ്രതീക്ഷിതമായാണ് മരണത്തിൻ്റെ വെളിയാളമെത്തിയത്. എല്ലാവരുടെയും സന്തോഷങ്ങളെല്ലാം വിധിയുടെ പെരുമഴയിൽ കണ്ണീർ കടലായി മാറി. ബർക്കയിൽ 3 കച്ചവട സ്ഥാപനങ്ങളുള്ള തൃത്താല സ്വദേശി യൂസുഫിനെയും കുടുംബത്തിനെയും സന്ദർശിക്കാനാണ് നാട്ടുകാരനും സുഹൃത്തുമായ ലിബിഷാദും കുടുംബവും ശനിയാഴ്ച ബർക്കയിലെത്തിയത്. രാത്രിയോടെ 2 കുടുംബവും ഒന്നിച്ച് കാറിൽ പുറത്തേക്ക് യാത്ര പുറപ്പെട്ടിരുന്നു. എന്നാൽ കടയിൽ വെള്ളം കയറിയതായി യൂസുഫിനെ പിതാവ് മുഹമ്മദ് കുട്ടി ഫോണിൽ വിളിച്ചറിയിച്ചതോടെ സ്ത്രീകളെയും കുട്ടികളെയും വീട്ടിൽ തിരിച്ചെത്തിക്കാൻ ഇവർ യാത്ര അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. തിരിച്ചു വീട്ടിലേക്ക് വരുന്നതിനിടെ ഇവർ സഞ്ചരിച്ച നിസാൻ പെട്രോൾ കാർ വാതി കടക്കവെയാണ് അപ്രതീക്ഷിതമായി മഴവെള്ളപ്പാച്ചിലിൻ്റെ രൂപത്തിൽ അപകടം പാഞ്ഞെത്തിയത്. പ്രദേശത്ത് വെളിച്ചമില്ലാതിരുന്നതിനാൽ വെള്ളം കുതിച്ചെത്തുന്നത് കാണാനുമായില്ല. വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട കാർ തകിടം മറിഞ്ഞത് അപകടത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചു. കുട്ടികളടക്കമുള്ളവർ വാഹനത്തിലുണ്ടായിരുന്നു. എന്നാൽ ROPയുടെയും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെയും സമയോചിത ഇടപെടലിൽ ചിലരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാനായി. ഞായറാഴ്ച രാവിലെ യൂസുഫിന്റെ സുഹൃത്ത് ലുബിഷാദിന്റെ ഭാര്യ ഷംലയുടെ മൃതദേഹമാണ് ആദ്യം പുറത്തെടുത്തത്. പിന്നീട് 1 മണിക്കൂറിന് ശേഷമാണ് യൂസഫിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നത്. ഷംലയുടെ മൃതദേഹം ആദ്യം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഷംലാനെ നമ്മൾ പുറത്തെടുത്തു. അതിനുശേഷം ഏകദേശം ഒരു 1 അവറിന് ശേഷമാണ് പിന്നെ യൂസഫിൻ്റെ മൃതദേഹം അവിടെ നിന്നും ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറം നമ്മൾ കണ്ടെത്തി. അങ്ങനെ അതും നമ്മൾ എടുത്തു. പിന്നെ ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യൂസഫിൻ്റെ മാതാവ് റംലയ്ക്കായുള്ള തിരച്ചിൽ തുടരുന്നതായി അധികൃതർ അറിയിച്ചിരുന്നു. വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട കാർ 2 കിലോമീറ്റർ അകലേക്ക് നീങ്ങിയിരുന്നു. അപകടം രാത്രിയായതും കനത്ത മഴ തുടർന്നതും രക്ഷാദൗത്യത്തെ പ്രതികൂലമായി ബാധിച്ചു. അതായത് ഈ വാതി പോയി ചേരുന്നത് കടലിലേക്കാണ്. ഏകദേശം ഒരു കടലിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഇവൻ്റെ ബോഡി കിട്ടിയിട്ടുള്ളതെന്നാണ്. പിന്നെ അതും കൂടി അവർ ചെക്ക് ചെയ്തിട്ട് വിവരം തരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ROP പറഞ്ഞത് അവിടെ കെട്ടി നീരുന്ന വെള്ളം പെട്ടെന്ന് തുറന്നു വിട്ടതാണ്. അതിലാണ് ഇവർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വണ്ടിയിലേക്ക് വെള്ളം കയറിയിട്ട് അങ്ങനെ മറിയാനുണ്ടായി. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സർവ്വസജ്ജരായി രാത്രിയും പകലും തിരച്ചിൽ നടത്തിയിരുന്നു. മലയാളി സന്നദ്ധ സംഘടനകളായ KMCC, ഇൻകാസ്, പ്രവാസി വെൽഫെയർ എന്നിവയുടെ പ്രവർത്തകരും വളണ്ടിയർമാരും ഞായറാഴ്ച തിരച്ചിലിൻ്റെയും തുടർ നടപടിക്രമങ്ങളുടെയും ഭാഗമായി. ഒമാനിലെ ബർക്കയിൽ ഇന്നലെ വാതിയിലകപ്പെട്ട് മരിച്ച ഷാമിലയുടെയും അതുപോലെ യൂസഫിൻ്റെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാനുള്ള തീരുമാനത്തിലാണ് ബന്ധുക്കളുള്ളത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.